കാക്കനാട് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലെ തൊഴിലാളികളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി 13 മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നതിനിടെയാണ് സർക്കാരിന്റെ നടപടി. 50ഓളം തൊഴിലാളികളെയാണ് ഒരാഴ്ച മുമ്പ് സ്ഥലം മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത്. കമ്പനിയുടെ ഇരുമ്പനം യൂണിറ്റ് ഉടൻ പൂട്ടുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചതായും തൊഴിലാളികൾ ആരോപിക്കുന്നുണ്ട്. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്ന് സാന്ദ്ര സേനൻ ചേരുന്നു. സാന്ദ്ര, ഈ സ്ഥലം മാറ്റം എങ്ങോട്ടേക്കാണ്? ഇതിന് പിന്നിലെ കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, തിരുവല്ല, പിണറായി, അതുപോലെ തന്നെ ഇരുമ്പനം എന്നിങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ടാണ് ട്രാക്കോ കേബിൾ കമ്പനിക്ക് സ്ഥാപനങ്ങളുള്ളത്. ഇതിൽ ഇരുമ്പനം യൂണിറ്റിലെ ആളുകളെ ഒന്നടങ്കം തിരുവല്ല യൂണിറ്റിലേക്ക് നീക്കാനുള്ളതായിട്ടുള്ള തീരുമാനമാണ് കഴിഞ്ഞ ആഴ്ച ജനുവരി 15-ാം തീയതിയോട് കൂടെ ഉത്തരവായിട്ട് പുറത്തിറങ്ങിയത്. 50ഓളം തൊഴിലാളികളെ സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശരിക്കും 13 മാസമായിട്ട് കഴിഞ്ഞ 2024 മെയ് മുതൽ ഈ തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഒരു മാസത്തെ ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു നടപടി ശരിക്കും അവർക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണെന്ന് തന്നെ പറയാം. 13 മാസമായിട്ട് ശമ്പളം ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് PF എന്ന് പറയുന്നതായിട്ടുള്ള ആനുകൂല്യത്തിലേക്ക് യാതൊരുവിധ ഒരു നയാ പൈസ പോലും പോയിട്ടില്ല. ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല. 2023 മുതലാണ് ശരിക്കും ഇതിന്റെ ഈ ഒരു പ്രതിസന്ധിയുടെ തുടക്കം. 2023 തൊട്ട് ഇങ്ങനെ ശമ്പള പ്രതിസന്ധി വരികയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പല തവണകളായിട്ട് ശമ്പളം മുടങ്ങുകയും എന്നാൽ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ പലപ്പോഴും സർക്കാർ ഒരു ധനസഹായം നൽകി തൊഴിലാളികളെ സമാധാനപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 15ഓടെ ഇനി ഈ യൂണിറ്റിൽ, ഇരുമ്പനം യൂണിറ്റിൽ ഇനി ആരും തുടരേണ്ടതില്ല, എല്ലാവരും തന്നെ തിരുവല്ലയിലേക്ക് പൊക്കോളൂ എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കാരണം ഈ മെയ് മാസം മുതൽ ശമ്പളം മുടങ്ങിയത് മുതൽ അവർ തുടർച്ചയായിട്ട് സമരം നടത്തുകയും മന്ത്രിയെ പോയി കാണുകയും ഈ ആവശ്യം, അതായത് ശമ്പളം തരണം, ഞങ്ങൾ ഓവർ. സാന്ദ്ര, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ INTUC നേതാവ് വിജു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിജു, ഗുഡ് മോർണിംഗ്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നല്ല വാർത്തയല്ല പുറത്ത് വരുന്നത്. തൊഴിലാളികളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത്. INTUC ഇതിനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാന ആവശ്യമായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്കോ കേബിള് കമ്പനി ഇരുമ്പനത്തെ മദർ പ്ലാന്റ് ആണ്. അത് ഇവിടെ നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അത് നിലനിർത്താനായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ആളുകളെല്ലാവരും പിരിഞ്ഞ് ഏതാണ്ട് 95%, ബാക്കിയുള്ളത് വളരെ ഒരു 3-4% ആളുകളെ ബാലൻസ് യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുകളുള്ളൂ. അപ്പൊ ഇത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാനായിട്ട് ഇത്രയും വർഷം ഉള്ളത് കൊണ്ട് സ്ഥാപനം മുന്നോട്ട് പോകില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സ്ഥാപനം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പാക്കേജ് പ്രഖ്യാപിച്ച് ആ പാക്കേജ് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ പാക്കേജ് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് 13 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളമില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്, സാലറി കിട്ടാത്തതും, ഞങ്ങളുടെ ഫാമിലി പ്രതിബന്ധങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ മൂലം ആത്മഹത്യ വരെ ചെയ്യുന്ന വക്കിലേക്ക് ആളുകൾ നീങ്ങി. അപ്പൊ അതും ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു പാക്കേജ് നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ പാക്കേജിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും പറയാണ്ട് ഞങ്ങളെ ഇപ്പൊ ഇരുമ്പനത്തു നിന്നുള്ള ഏതാണ്ട് 17 പേരൊഴിച്ച് ബാക്കി എല്ലാവരെയും തിരുവല്ല യൂണിറ്റിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അത് ഒരു ധിക്കാരം എന്ന് മാത്രമല്ല, പ്രതികാരം കൂടിയിട്ടാണ്. എത്ര പേരെ ഇത്തരത്തിൽ മാറ്റിയിട്ടുണ്ട്? ഇപ്പൊ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കുന്നത് ഏതാണ്ട് 60 പേരോളം ഉണ്ട്. അപ്പോ ഈ സ്ഥലത്ത് മറ്റേതെങ്കിലും സ്ഥാപനം വരാനാണോ ഉദ്ദേശിക്കുന്നത്? അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? ഞങ്ങൾക്ക് ഈ സ്ഥാപനം സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുന്ന നിയമസഭയില് മന്ത്രി പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഇൻഫോ പാർക്ക് ആണ് ഇതിന് വേണ്ടിയിട്ട് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്.
പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ 30 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇവിടുന്ന് കുടിയൊഴിപ്പിക്കുന്ന പോലത്തെ ഒരു സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. ഞങ്ങൾക്ക് മറ്റുള്ള സ്ഥാപനത്തിലേക്ക് അത് ഞങ്ങൾ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ 2-3 വർഷം കൂടിയാണ് ഞങ്ങൾക്ക് ഇനി സർവീസ് ഉള്ളൂ ഭൂരിഭാഗം ആളുകൾക്ക്. ആ ആളുകളെ ഈ അവസാന സമയത്ത് മറ്റൊരു യൂണിറ്റിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് ട്രാക്കോ കേബിൾ ഇരുമ്പനം എറണാകുളത്തുള്ള. ആ സ്ഥാപനത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഒരു വലിയ തടസ്സമാണ് ഇപ്പൊ ഈ വരുന്ന ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതൊരിക്കലും ഞങ്ങൾക്ക് ഇത് മന്ത്രി തലത്തിലെടുത്ത തീരുമാനം, മന്ത്രിയുടെ മീറ്റിംഗിൽ എടുത്ത തീരുമാനം, ആ തീരുമാനം നടപ്പിലാക്കാൻ മതിയെന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം. ഈ മന്ത്രി നഷ്ടപരിഹാര പാക്കേജ് സംബന്ധിച്ചൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രി പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും BTP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഏജൻസിയും MDയും കൂടി ട്രേഡ് യൂണിയനും BTPയും MDയും കൂടിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നാണ് മിനിസ്റ്റർ അന്ന് എടുത്ത തീരുമാനം. പക്ഷെ ഇതുവരെ ആ ഒരു തീരുമാനത്തെ കുറിച്ചും കൊണ്ട് MD തലത്തിലോ മറ്റുള്ള BTPയോ ഒന്നും ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടില്ല. നന്ദി. ഏതായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ വിജു. ഏതായാലും INTUC പ്രതിനിധിയായിട്ടുള്ള വിജു ആണ് നമ്മളോട് സംസാരിച്ചത്. നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ഒരക്ഷരം ഇപ്പോൾ സർക്കാർ മിണ്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. സാന്ദ്ര ചേരുന്നുണ്ട്. സാന്ദ്ര, മറ്റ് തൊഴിലാളി സംഘടനകളുടെയൊക്കെ നിലപാട് അറിയുന്നുണ്ടോ ഈ വിഷയത്തിൽ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, CITU പോലുള്ളതായിട്ടുള്ള മറ്റ് തൊഴിലാളി സംഘടനകളും അവിടെ തന്നെയുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് ഈ യൂണിറ്റ് തുടർന്ന് പ്രവർത്തിക്കണം, ഇത്തരത്തിലൊരു നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം. കാരണം യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇത്രയും അധികം തൊഴിലാളികളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കുടുംബം എന്ത് ചെയ്യും? കാരണം കഴിഞ്ഞ 13 മാസമായി ഇവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശമ്പളം ലഭിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ സർക്കാർ പറയുന്നത് കോവിഡ് സമയത്ത് നിങ്ങൾക്ക് വളരെ ജോലി ചെയ്യാതെയാണ് ഞങ്ങൾ ശമ്പളം തന്നുകൊണ്ടിരുന്നത്, അതാണ് ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സർക്കാർ പറയുന്നത്. അതേ സമയത്ത് ബാങ്കിൽ നിന്ന് എടുത്തതായിട്ടുള്ള ഒരു തുകയുണ്ട്. KSEBയുടെ കരാർ ഭാഗമായിട്ട് ഇവരുടെ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഒരു തുകയുണ്ട്. പക്ഷേ ഈ തുക, അതായത് 93 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ ഇവർക്ക് ട്രാക്കോ കമ്പനിക്ക് കിട്ടിയത്. പക്ഷേ ഈ തുക എവിടെ എന്ന് ചോദിക്കാൻ നേരത്ത് മന്ത്രിക്കും ഉത്തരമില്ല, അതുപോലെ തന്നെ MDക്കും ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ഈ തുകയെക്കുറിച്ച് അന്വേഷിക്കാത്തതെന്ന് തൊഴിലാളികൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം എന്നുള്ളൊരു മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ലക്ഷ്മി, കാക്കനാട് ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലെ തൊഴിലാളികളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. 13 മാസങ്ങളായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നതിനിടെയാണ് സർക്കാരിൻ്റെ ഈ നടപടി. 60ഓളം തൊഴിലാളികളുണ്ട് എന്നാണ് INTUC പറയുന്നത്. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാന്ദ്ര സേനൻ എറണാകുളത്ത് നിന്ന്.